ചേട്ടാ 2 ചായ. 2 ചായയിലും ഒന്നിലും മധുരം വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എന്നിവിടെ വന്ന് ചായ പറഞ്ഞാൽ അതിൽ കുറേ മധുരം വാരിയിട്ട് ഇനി തന്നോളൂ. ചേട്ടാ മധുരമുള്ള ചായയിലും ഇല്ലാത്ത ചായയിലും 10 രൂപയല്ലേ നിങ്ങൾ വാങ്ങുന്നേ? എന്നാൽ മധുരം വേണ്ട. ആ 2 രൂപ നിങ്ങൾ എന്നെ ലാഭിച്ചോ? വാ, മുതലാളിയും തൊഴിലാളിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നേ. എടാ ഇങ്ങോട്ട് വാ. നീ എന്താണ് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? നിന്റെ പെണ്ണിന്റെ പടക്കം തീർക്കാൻ രാത്രി വീട്ടിൽ കയറിയപ്പോൾ അവളെ വീട്ടുകാർ പൊക്കിയ. അനന്തു അത് പറയാനല്ലേ വിളിപ്പിച്ചേ? അതിൻ്റെ ഇടയ്ക്ക് കയറി പ്രഡിഷൻ തുലിക്കാണ്ടിരി. നീ എന്ത് മൈൻഡാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? പിള്ളേരെ, ചായയുടെ കാര്യം പറഞ്ഞത് ഓക്കെ എന്ന് കരുതി പൊതു സ്ഥലത്ത് വന്നിരുന്ന് ചീത്ത വിളിച്ചാണല്ലോ, വിവരം അറിയും. ഇതാ മധുരമില്ലാത്ത ചായ. ചേട്ടനോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഏട്ടാന്ന് വിളിക്കില്ലെന്ന്? എന്നെക്കാളും പ്രായമില്ല ഒന്നില്ലേ ഏട്ടനെ? ദിവസം ഓരോ മാമന്മാരും വന്ന് എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ചേട്ടൻ്റെ മൂക്കിനകത്തുള്ള രോമം പോലും എൻ്റെ മീശയ്ക്കില്ലല്ലോ, എന്നിട്ടാണ് എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്. എടാ ഇതിലാന്നാര് വീണ്ടും മധുരം ഇട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നീ അത് വിട്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ചായ കുടിക്കാം. അപ്പൊ എന്നോട് മധുരം വേണ്ടെന്നല്ലേ പറഞ്ഞത്? എടാ നീ ഞാനൊക്കെ ഒരു കലം നിറച്ച ചായ മധുരം ഇട്ട് കുടിച്ച് നടന്നതല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തിനാണ് ഈ വിത്തൗട്ട് ഷോ? ആ മയിര് ഇവിടെ ഒന്ന് ഷോ കാണിച്ചിട്ടല്ലേ പോയത്? ഡാടാ പറഞ്ഞ് പൊതു സ്ഥലത്തിരുന്ന് ചീത്ത വിളിക്കരുതെന്ന്. ഇയാൾ ആരാണ്? മണ്ട നോക്കി ഒന്ന് കൊടുത്താലേ? എടാ നീ ഒന്ന് അടങ്ങ്. കുറെ ജെൻസി പിള്ളേർ വാങ്ങിക്കോളും. നാടിനും ഉപയോഗമില്ല, വീടിനും ഉപയോഗമില്ല. എടാ അവളെ വീട്ടിൽ പോയിട്ട് എന്തായെന്ന് പറ. ഇയാളൊരു മന്ത്രിയാ. എടാ ഇനി ഒരാളെയും കൂടെ വള്ളി പിടിക്കല്ലേ, താങ്ങത്തില്ല. അവളെ വീട്ടിൽ കയറി പിണക്കവും മാറി. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഒരു കാഴ്ചണ്ട് കിളി പോയി. കിളി പോയിരിക്കണമെന്ന് മനസ്സിലായി. എന്താ സംഭവം? എടാ ഒരു പൂജാമുറി. ആ പൂജാമുറിക്കകത്ത് അവളെ കൊച്ചച്ഛനും അവളെ ചേട്ടനും. ഈ കൊച്ചച്ഛനെന്ന് പറയുന്നത് അവളെ അച്ഛൻ്റെ അനിയൻ. അവളെ ചേട്ടനെന്ന് പറയുമ്പോൾ അവളെ നിന്നും 2 വയസ്സ് മാത്രം മൂത്തത്. ഈ കൊച്ചച്ഛൻ അവളെ ചേട്ടനെ അച്ഛന്നാണ് വിളിക്കുന്നത്. അതെന്ത് മയിര്? ആ ഇത് ഞാൻ അവളോട് എങ്ങനെ ചോദിക്കും? നീ ചിലപ്പോൾ കേട്ടത് മാറിപ്പോയതായിരിക്കും. ആയിക്കോട്ടെ, ഈ കൊച്ചച്ഛൻ അവളുടെ ചേട്ടൻ്റെ കാല് വീണ് അനുഗ്രഹം വാങ്ങുക. അതെന്തിന്? എന്തായി? നമുക്കറിയാവുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ മന്ത്രാദവും കാര്യങ്ങളൊക്കെ നല്ല വശമുണ്ട്. എങ്കിൽ പോവാ. ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി പറയാം. അത് നടക്കൂല. ഞാൻ പറഞ്ഞ അവര് കേൾക്കാൻ പോകുന്നുമില്ല. അറിയോ? പഞ്ചായത്ത് മെമ്പറിന്റെ ഭാര്യയായിട്ട് അതീതം സഹപ്രവർത്തനമായിരുന്നു. ഓ വന്നേ. ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി വെടിവെക്കുന്ന പ്രശ്നമില്ലല്ലോ അല്ലേ? ഓ ചേട്ടാ, ചേട്ടാ ഇവിടെ ഒരു പോലീസാണ് വീടുണ്ടല്ലോ, അതേതാ? കൈക്കൂലിയോ നോർമലോ? കൈക്കൂലിയാണെങ്കിലോ? അതാണ് ഇതോ അവിടെ. സാറേ, ഞാൻ SJ കോളേജ് ചെയർമാനാണ്. ഞങ്ങളുടെ പിള്ളേരിൽ നിന്ന് കോർത്തുനിന്ന് കേട്ടു. എനിക്കെല്ലാവരെയും കൊണ്ടുവന്നേ വീഡിയോ സാധനം തല്ലാറിഞ്ഞിടത്തോണ്ടല്ല, പിന്നെ സാധനം നാണക്കേടാ. നീ ആരെയെന്ന് വെച്ചാൽ കൊണ്ടുപോടാ, ഞാൻ ഇവിടെ തന്നെ കാണും. ഒറ്റയ്ക്കടിക്കാൻ പറ്റുമോ സാറിന്? നീ എൻ്റെ പുറകിൽ ഇപ്പോൾ എത്ര പേരെ കാണുന്നുണ്ട്? ഞാൻ പറഞ്ഞതേ സാർ പോലീസുകാരന് ഞങ്ങൾക്കൊരു പണി ഉണ്ടാവല്ലേ, ആ യൂണിഫോം ഊരിയിട്ടിട്ട് വരണം. എടാ യൂണിഫോം ഊരിയോ തുണി ഊരിയോ ഒന്നുമില്ലാതെ കടിക്കാം, നീ വാ. അതിനെ ഞാനായിട്ടല്ലല്ലോ സാറിന് പ്രശ്നം.
സ്ഥലം ഞാൻ പറയാം, സാറങ്ങ് വന്നാൽ മതി. വിത്തൗട്ട് യൂണിഫോം. എവിടെയാള്? ദേ ഏതവനായാലും പറഞ്ഞിട്ട് കേട്ടില്ല, വണ്ടി കയറ്റി ഞാൻ കൊന്നേക്കണം. കൊന്നതിന് ശേഷം കാര്യം തിരക്കാൻ പോകാനുള്ളത്. ആ ആ ശരി ശരി. എന്താടാ എടാ ഇയാള് ശരിയാകത്തില്ല. കാര്യം എന്താ? എടാ ഇയാളും ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? എടാ അതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല, നീ അയാളെ പറഞ്ഞു വിട്. എടാ ആ പുള്ളിയോട് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാ വന്നേ. എടാ ഇപ്പൊ അയാള് നമ്മളെ കണ്ട പ്രശ്നമാണ്. എടാ പ്രശ്നം എന്താണെന്ന് പറ. പറഞ്ഞു വിടറാ. കാര്യം പറടാ. അവന്റെ കുടുക്ക് അടിച്ചു പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്, നീ പറഞ്ഞു വിട്ടാണ്. എവിടെയാള്? സാറേ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സ്പോട്ടിലോട്ട് ഒരു ആംബുലൻസ് ആയിട്ട് വാ, അതായിരിക്കും നല്ലത്. എടാ കൊച്ചു കഴിവേറി, 1 മണിക്കൂറിനകം നിൻ്റെ എല്ലൂരി എൻ്റെ വണ്ടിയിൽ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓരോ ആംബുലൻസിൻ്റെ ആവശ്യമില്ല. ആയിക്കോട്ടെ സാറേ, സാറ് വന്നാൽ മതി, ഞാൻ ഇവിടെ തന്നെ കാണും. ഇതുപോലെ മൂഞ്ചി നിൽക്കുന്ന നിന്നെ കാണാനാണ് അനിയ ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. ഇങ്ങോട്ടൊരു പണി വന്നപ്പോൾ തിരിച്ച് അങ്ങോട്ടും തന്നു. നിങ്ങൾക്ക് അതൊന്ന് ക്ഷമിച്ചുകൂടെ? അതല്ലല്ലോടാ നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തെറ്റുകളൊക്കെ പെട്ടെന്നങ്ങ് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മഹാഭാരതവും രാമായണമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അതങ്ങനെ നീറിപ്പുകഞ്ഞ് കത്തിക്കയറി അങ്ങ് അവസാനിക്കണം. ഒടുക്കൻ രണ്ടിൽ ഒരാളെ കാണുള്ളൂ. അത് പോട്ടെ, കാര്യത്തിലോട്ട് വാ. എന്താ അറിയണ്ടേ? ചേട്ടാ, നമുക്കറിയാവുന്നൊരു പയ്യൻ്റെ പുറത്ത് ബാധ കയറി അല്ലേ? അതും പുള്ളിയുടെ മുത്തച്ഛൻ്റെ. അങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളെന്താ നടന്നതെന്ന് പറ. സംഭവം ചാത്തസേവ തന്നെ, പക്ഷേ ബാധ കയറി നിങ്ങളെങ്ങനെ അറിഞ്ഞേ? ആ പയ്യൻ്റെ ചെറിയച്ഛൻ അവൻ അച്ഛാന്നാണ് വിളിക്കുന്നത്. അത് മാത്രമല്ല, അവൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും മൊത്തം മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ്റെ മുത്തച്ഛൻ്റെ ആത്മാവ് അവൻ്റെ ശരീരം കൊണ്ട് നടക്കുകയെന്ന്? എടാ അങ്ങനെ സംഭവിക്കത്തില്ല, പോടാ അവിടുന്ന്. ഇല്ല ഏട്ടാ, ഞാൻ കണ്ടതല്ലേ. ചിലപ്പോൾ രാത്രി മാത്രമേ അവൻ്റെ മുത്തശ്ശൻ അവൻ്റെ ശരീരത്തിൽ കയറുന്നുള്ളായിരിക്കും. എടാ എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ പറയുന്നേ? അഥർവേദം എന്താണെന്നറിയോ? പണ്ട് ശങ്കരാചാര്യ പരകായ പ്രവേശം നടത്തിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് കരുതി ഒരു ശരീരത്തിൽ ഒരാത്മാവുള്ളപ്പോൾ വേറൊരു ആത്മാവിന് കയറാൻ സാധിക്കില്ല. ഇല്ല ഏട്ടാ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. എടാ, അഥർവവേദം അനുസരിച്ച് ഒരു ശരീരത്തിൽ ഒരാത്മാവുള്ളപ്പോൾ വേറൊരു ആത്മാവിന് കയറാൻ കഴിയില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യനിപ്പോൾ മരിച്ചിട്ടുണ്ടാകണം. അവനിപ്പോൾ അവൻ്റെ ജീവൻ കാണത്തില്ല. അവൻ വരാൻ ഉറപ്പല്ലടാ. എടാ അയാളെ വരാതിരിക്കാൻ അയാൾക്ക് ബുദ്ധി, പക്ഷെ ആളൊരു മണ്ടന. അയാൾ വരും. പിന്നെ പോലീസ് തന്നെ അറിയാൻ കിട്ടുന്ന അവസരം, ചുമ്മാ വാഴാക്കണ്ട. ഡേ സുന്ദരനാ സാറേ? സുഖമൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് തിരക്കാടാ.
സാറിന് ഈ ചോര കണ്ട തലകർക്കൊന്നും വരത്തില്ലല്ലോ അല്ലേ? അപ്പം നീ ഇന്ന് ചോര തുപ്പൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാക്കിന് എല്ലില്ലാത്തവരെ പറഞ്ഞു തോപ്പിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ തല്ലി തോപ്പിക്കാൻ പറ്റും. നാക്കിൽ ഇന്നേ വരെ ആർക്കും എല്ല് കണ്ടെത്തിയിട്ടില്ല. തമാശ കൊള്ളാം, പക്ഷേ ശരീരത്തിൽ എല്ല് കുറയാൻ നോക്കിക്കൊള്ളാം. അതിന് ആ കുറവ് എനിക്കല്ലല്ലോ, നിനക്കല്ലേ ഉള്ളത്. രണ്ട് വർഷം മുമ്പ് കഴക്കൂട്ട NH വണ്ടിയിൽ പൊളപ്പ് കാണിച്ച് എല്ലൊടിഞ്ഞ എന്നെ കേരള പോലീസാണ് അടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. കയ്യിൽ കമ്പിയല്ലേ ഇട്ടേക്കുന്നത്, അതിന്ന് ഞാൻ ഊരിയെടുക്കും. എല്ലാം നിൽക്കുമ്പോൾ എരെ നിൽക്കുന്നതിൻ്റെ വീക്ക് പോയിൻ്റൊക്കെ മനസ്സിലാക്കേണ്ടേ ഇനിയാ. ഞാൻ പോലീസാനായിട്ട് നിൻ്റെ ഒന്ന് ഹിസ്റ്ററി എടുക്കാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു മയിലാണ്, ചുമ്മാ റിസ്ക് എടുക്കണോ? അതിനെ ഞാൻ ഒറ്റക്കാരനല്ലല്ല. എടാ, ആ റൂബനും മറ്റേ പോലീസുകാരനോട് ആ പാറക്കൊറിയിലൂടെ അടിക്കാൻ നിൽക്കുന്നെന്ന്. എൻ്റെ ദൈവമേ, യൗമാരെ കൊണ്ട് ശല്യമായല്ലോ. അവന്മാർ രണ്ടുപേരും എല്ലാം സംസാരിച്ച് കോംപ്രമൈസായി എനിക്കാണ് പണി. അവന്മാർ തമ്മി തല്ലി ചത്താലും കോംപ്രമൈസ് ആവാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങോട്ട് മറിയാൻ. അപ്പം എങ്ങനെ തുടങ്ങിയല്ലേ? യൂണിഫോം മൂരി. തോന്നിയ ദിവസം കാണിക്കുന്നോടോ ചെറ്റ്.